ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ചൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2 മീഡിയം ടൈപ്പ് സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് അതിലിട്ട് കൊടുക്കാം. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വഴന്ന് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എളുപ്പത്തിൽ നല്ലപോലെ വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്നായി കിട്ടും. നല്ലപോലെ ഇളക്കി എടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. രണ്ടും ഒരേ ടേബിൾ സ്പൂൺ വീതമാണ് ഇട്ടിരിക്കുന്നത്. നല്ലപോലെ ഇളക്കി പച്ചമണം മാറുന്നത് വരെ ഇളക്കി മൂപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ലവണ്ണം ഇളക്കി മൂപ്പിച്ച് പച്ചമണം പോകാറാകുമ്പോൾ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. മസാല മൂപ്പിക്കുന്നതിൻ്റെ കൂടെ തക്കാളിയും കൂടി നല്ലപോലെ വെന്ത് വരുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിലർ ആലോചിക്കുന്നുണ്ടാവും മസാല മൂക്കുന്നതിന് മുമ്പ് തക്കാളി ഇട്ടാൽ എങ്ങനെ മസാല മൂക്കുന്നത്. ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ചെയ്തു നോക്കും, അപ്പോൾ മനസ്സിലാവും ഒരു കുഴപ്പവുമില്ലാന്ന്. നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. പച്ചമണം ഒട്ടും ഉണ്ടാവാൻ പാടില്ല കറിയിൽ. അതിനുശേഷം ഇറച്ചി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ, ഏകദേശം ഒരു 800 ഗ്രാം ഉണ്ട് ഈ മട്ടൻ. അതിനുള്ള മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇറച്ചി കുറവാണോ കൂടുതലാണോ ഉള്ളതെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് മസാല എടുക്കേണ്ടതാണ്. ഇച്ചിരി നേരം അങ്ങനെ ഇട്ടതിന് ശേഷം നല്ല മൂത്ത് കഴിയുമ്പോൾ ഒരു നല്ല മണം വരും. അപ്പോഴത്തേക്കും പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് വേണം എടുക്കാൻ. കുറച്ച് ജീരകവും കുരുമുളകും വറുത്ത് അതും എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്താണ് അരക്കേണ്ടത്. ഇതും ഒന്ന് ഇളക്കി നല്ല മൂപ്പിച്ചെടുത്ത് ആ കുക്കറിയിലുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കിയിടണം. അതിന് ശേഷം നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ബാച്ചിലേഴ്സിനും പുതിയതായിട്ട് പാചകം ചെയ്യുന്നവർക്കൊക്കെ നല്ല എളുപ്പമുള്ള ഒരു മട്ടൻ കറിയാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. എനിക്ക് കറിവേപ്പില വളരെ ഇഷ്ടമാണ്. ഇച്ചിരി കൂടുതലാണ് ഞാൻ ഇടുന്നത് കറിവേപ്പില. നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയാണെന്ന് വെച്ചാൽ അത്ര ഇട്ടാൽ മതി. ഉപ്പ് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം തിളച്ചതിന് ശേഷം കുക്കർ അടച്ച് വെക്കാം. കുക്കർ അടച്ച് വെച്ച് ഒരു 6 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വേവ് നോക്കാം. എല്ലാവരും കാണും, പക്ഷേ ഇതിൽ കിട്ടാൻ 5 വിസിൽ വന്നു കഴിഞ്ഞ് തുറന്ന് നമുക്ക് നോക്കാം വെന്തോ. വെന്തില്ലെങ്കിൽ ഒരു വിസിലും കൂടി ഇടണം. ഇനി
സവാള പൊരിച്ചത് ഇതിലിട്ട് കൊടുക്കുക. ഉള്ളി കുറച്ച് നല്ലവണ്ണം മൂപ്പിച്ച് എടുത്ത് ഇതിൽ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇച്ചിരി കൂടി ഇടണം. നോക്കി ഇച്ചിരി കൂടി ഇളക്കി നല്ലവണ്ണം മൂപ്പിച്ച് എരിവില്ല, ഒട്ടുമില്ല. ശേഷം ആ മൂത്ത് വരുന്ന ഉള്ളിയിലോട്ട് ഈ കറി അങ്ങനെ ഇട്ടങ്ങ് കൊടുക്കണം. ചുണ്ടൊക്കെ ചുംപ്പിച്ചിട്ട് വരും. ഇത് നല്ല രുചിയുള്ള ഒരു കറിയാണിത്. പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. ആ ഉള്ളി വഴന്ന് വരുമ്പോഴേക്കും അതിൽ കുറച്ച് മുളക് പൊടിയിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് എരിവുണ്ടാവില്ല. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. വേണ്ട കാണുന്നുണ്ട്. ഇവിടെ വെക്കണം. ഞാൻ ചീനച്ചട്ടിയിലോട്ട് വെന്ത ഇറച്ചിക്കറി ഇട്ട് കൊടുക്കാം. കറി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം വരട്ടി എടുക്കും. റോസ്റ്റ് പോലെയുള്ള പരുവത്തിലാണ് ഇത് എടുക്കുന്നത്. നെയ്ച്ചോറിൻ്റെ കൂടെ തിന്നാനാണ് ഉണ്ടാക്കുന്നത്. നല്ല പരുവമായി തീർന്നിട്ടുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ മീതെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് മേളിലിട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. കറിവേപ്പിലയും ഇട്ട് ഈ ഇറച്ചി മട്ടൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.